ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോഴും തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇതിലേക്ക് ഉള്ളിയോ ചിക്കനോ ബീഫോ ഒന്നും വേണ്ട. നമ്മൾ വീട്ടിൽ എപ്പോഴുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു പിടി മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജാർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട. നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്നത് പോലെ തന്നെ അരച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് പുഴുങ്ങിയാലും പിന്നെ നമ്മളത് ഉടച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയതും കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുട്ടയെ 4 പീസായിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ മുട്ടയും ചമ്മന്തിയുമാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി കയ്യിലൊന്ന് അല്പം ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ പരത്തിയതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഒരു മുട്ടയുടെ പീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ചമ്മന്തിയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇതുപോലെ അങ്ങ് കവർ ചെയ്തെടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മുട്ട അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നും എടുത്തിട്ട് മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി പെട്ടെന്ന് തന്നെ തീരും. ഇനി നമുക്കിത് പൊരിച്ചെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് പൊരിച്ചെടുക്കുന്ന പണിയും തീരും. കാരണം ഇതിലധികം വേവാനൊന്നുമില്ലല്ലോ. ഇതിൻ്റെ പുറം ഭാഗത്തൊന്ന് ഡ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു കളറായി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ എല്ലാ ഭാഗത്തും ഒരുപോലെ കളറായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിവിടെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത്രയും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുന്ന പണിയും തീർന്നു. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എപ്പോഴും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. കാരണം കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്